ബീച്ച് നമുക്കൊരു വികാരമാണല്ലേ, ബീച്ച് സൈഡ്. പക്ഷേ അത് ആ വികാരത്തെ പോലെ തന്നെ ഭയങ്കര രസകരവുമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും പാടുപെട്ട് ബീച്ചുകളുടെ രാജാവിലെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയാവുന്ന തരത്തിലുള്ള, ഇന്ത്യയിലെ എന്ന് പറയാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ റാണി എന്ന് പറയാവുന്ന തരത്തിലുള്ള നമ്മുടെ ഗോവയിലെത്തിയത്. ഗോവയിലങ്ങനെ ഒത്തിരി ബീച്ചസ് ആണ്, ഒത്തിരി ബീച്ചുകളുണ്ട്. ഓരോ ബീച്ചിനും ഓരോ ബ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതിനു മുമ്പ് നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ അഞ്ജനയുടെ അടുത്ത അഞ്ജന ബീച്ചിൻ്റെ മറ്റൊരു ആംഗിളിലേക്ക് പോകാം. നൈസല്ലേ? ഇതാണ് അഞ്ജന ബീച്ചിൻ്റെ അടുത്ത ആംഗിളിലൂടെയുള്ള ബ്യൂട്ടി. ഒരു രക്ഷയില്ല മോനെ. ചുമ്മാതെയാണെങ്കിലും വന്നൊന്ന് കണ്ടുപോകും. ഇവിടെ മിനിമം ഒരു 2 മണിക്കൂർ വേണ്ടൊന്നും പോരാ, എങ്കിലും തച്ചിനിരുന്ന് കാണാവുന്നതുണ്ട്. ഇത്രയും അധികം ബീച്ചുണ്ട്, അത്രയും ബീച്ചിൽ സൺസെറ്റും സൺറൈസും ഉണ്ട്. ഇതൊക്കെ കൂടി നമ്മൾ എന്നെടുത്ത് തീർക്കും. ഒരു ചാപ്പലിൻ്റെ ഇതാണ്. ഇത്രയും മനോഹരമായ ആംബിയൻസ് നമ്മൾ എടുക്കാതെ പോയാൽ നഷ്ടമാർക്കാ? എടുക്കാത്തവർക്ക് തന്നെ. ഇതെൻ്റെ പുറയിൽ മലയാളീസാക്കി നിൽപ്പുണ്ട്. മലയാളത്തിലൊക്കെ ഡയലോഗ് ഉണ്ട്, പിള്ളേരാണ്. ഉണ്ട് അവിടെ ഒരുത്തന ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? അതിൻ്റെ ബ്യൂട്ടി രസമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗഡി ഏകന. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഉണ്ടോ? എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇത് പാറക്കൂട്ടങ്ങൾ തന്നെ കേട്ടാ. പാറക്കൂട്ടങ്ങൾ തന്നെ. തിന്നും എന്ന് ഒരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പോകും എന്ന ദൃഢനിശ്ചയവുമുണ്ട്. പിന്നെ തെന്നിയിട്ട് എന്ത് കാര്യം? നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്തതാ അല്ലേ? പിന്നെ തെന്നിയിട്ട് ഇപ്പം എന്ത് കാര്യം? നമ്മൾ വീണാലും ഇതെടുക്കും. നിങ്ങളെ ഗോവയിലെ ഒരു രസമുള്ള രാത്രി കാഴ്ചകളിലേക്ക് കൂട്ടിയിട്ട് പോട്ടെ.
നൈസല്ലേ? കൊട്ടും പാട്ടും മേളവുമായി ഗോവയിലെ ജനങ്ങളങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗോവയിലെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആഘോഷിക്കും. കാരണം ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഫ്രെയിം വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവൻ്റെ ഫോക്കസിനൊരു കുഴപ്പമുണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചാടി കളിക്കും. ഇവൻ വിചാരിക്കും ലവന്മാരെയാണ് ഫോക്കസ് വെച്ചേക്കണമെന്ന്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് അവരെ നോക്കും. അപ്പോൾ നമ്മൾ ഓം ശാന്തി ഓശാനയെ പോലെ ഇങ്ങനെ നിൽക്കും. നൈസല്ലേ? ഇനി അവർ പോകുന്നതിൻ്റെ ഒരു ബ്യൂട്ടി എടുത്തിട്ടെ. വേണ്ട എന്നുണ്ട് ഉന്നം മറന്നു തെന്നിപ്പറന്നു കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിൻ്റെ അകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ. നൈസല്ലേ? അപ്പോൾ നമ്മൾ പയ്യെ കുറച്ച് സ്പീഡായിട്ട് അങ്ങ് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം തെന്നലൊന്നും ഇല്ലാതെ പോകണം, തെന്നി വീഴാതെ പോകണം. ഇതൊക്കെ നമ്മളുടെ കാഴ്ചയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതാ ഈ പുറ്റ് കണ്ടോ? ഇതിനെ ഒന്ന് അടുപ്പിച്ച് കാണിക്കാനും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ കൊടുങ്കൈ ചെയ്തത്. അല്ല കടൽപ്പുറ്റൊക്കെ പോലെയല്ല നോക്കി, വെള്ളം അടിച്ച് അതാ എന്താ നൈസ് ഫ്രെയിം അല്ലേ? ഇനി വേറൊരു ഫ്രെയിം കാണിച്ചല്ലേ. വേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നമ്മൾ അടുത്ത് കാണുമ്പോഴോ അല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് ഇത്രയും ഫീൽ കിട്ടില്ല. ആസ്വദിച്ച് കാണുന്നവരുണ്ടാവും ഈ വീഡിയോ. അവർക്ക് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ആസ്വാദനത്തിലൊരു കുറവ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലൈവ് കോൺസെപ്റ്റിൽ കൂടെ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലൈവിൽ എടുക്കുന്നൊക്കെയുള്ള ഉരുണ്ട് വീഴാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ? അപ്പം നമ്മൾ വീഴാതെ തളരാതെ മുന്നോട്ട് പോകും. അതൊരു കുഴി വീണേക്കണോ ഉണ്ടോ? കുറേ നാളായിട്ട് ഇങ്ങനെ കിടന്നിട്ടേ കുഴി, അയ്യോ ഒരു പെങ്കുച്ച കുഴി പോയി ഉണ്ടോ? ആൾക്കാർ സൂക്ഷിക്കാണ്ടൊക്കെ നമ്മൾ തന്നെ ഇവിടെ ചെറിയ നമ്മൾ അറിയാത്ത കുഴികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയാൽ ആ കുഴി ചെന്ന് ചാടുകയും ചെയ്യും. പിന്നെ മുട്ടുകാല് വരെ വരയും. പിന്നെ 2 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും ആ ഉരച്ചിൽ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം നമ്മുടെ ഷൂട്ട് മുടങ്ങിയാൽ 2 ദിവസം ഷൂട്ട് മുടങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും മോനെ എക്സ്പെൻസീവാണ്, ഹൈലി എക്സ്പെൻസീവ്. സോ ഇപ്പോൾ കമൻറ്റ് വരും, ഞങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാണ്. ചിലവരുടെ കമൻറ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് വന്നൊക്കെ വെറുതെയാണെന്ന് തോന്നിപ്പോവും. പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാന്നുള്ള ഉദ്ദേശം തന്നെയാണെങ്കിലും
എനിക്ക് പറയാനും എൻ്റെ മനസ്സിനെ ആശ്വസിക്കാനും പറ്റിയ, കാരണം ഞാനിവിടേക്ക് വന്നിട്ടുണ്ട്, ഞാനിവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ മനസ്സാക്ഷിയോട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കാത്തവർക്ക് കാണാനും അവരെ വിശ്വസിപ്പിക്കാനും വീഡിയോ വേണ്ടേ. സോ ദിസ് ഈസ് ദ പോയിന്റ്. വി ക്യാം ദിസ് പോയിന്റ് ഫോർ ഷൂട്ട്. നൈസ് അല്ലേ? വാ, ഇനി ഞാൻ നിങ്ങളെ ഇതിൽ നിന്നുള്ള കരയിലേക്കുള്ള വീഡിയോ കാണിക്കും. അങ്ങനല്ലേ? നൈസല്ലേ എന്നൊക്കെ അല്ലേ? നമ്മളെന്ത് പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഈ ബ്യൂട്ടി എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ, ഒത്തിരി നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെയാണ്. സൂര്യൻ അസ്തമിച്ചു. ആ ചുവപ്പ് കളർ ഇപ്പോഴും ആകാശത്തിലുണ്ട്. ആ സ്നേഹത്തിൻ്റെ കിരണങ്ങളിൽ ആ സാഗരങ്ങൾക്ക്, ഈ സാഗരത്തിലെ തിരകൾക്ക് വരെ ഉത്സാഹമാണ്. മഴവില്ലിൻ അഴകാണ്. അങ്ങകലെ മീൻ പിടിച്ചിട്ട് പോകുന്ന ഒരാളെ കണ്ടോ? കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. അത്ര ഭംഗിയാണ് ഇവിടുത്തെ തിരമാലകൾക്ക്. മനസ്സിനെ ഊറ്റം കൊള്ളിക്കുന്ന, നമ്മളുടെ ചിന്തകളെ നിഷ്പ്രഭമാക്കുന്ന വന്യമായ ഭംഗിയായ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും ഗോവയിലെ അഞ്ജന ബീച്ചിൻ്റെ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അഞ്ജനയിലെ അടുത്ത 2 ഏരിയകളിൽ നിന്നുള്ള വ്യൂ കൂടെ കാണാനുണ്ട് നമുക്ക്. എത്ര ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അഞ്ജന ബീച്ചുകളുടെ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും ഇപ്പോൾ നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ബൈ.